ഹായ് ഗൈസ്, അപ്പം ഇന്നും ഒരു ഇത് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഇതിൻ്റെ അപ്പം ഹൈഫ ഉണ്ട്, ഓളുള്ള വീട്ടിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇടാൻ പോകുന്നതാണ് ഞങ്ങൾ എൻ്റെ ഡ്രസ്സാണ് ഇത് കേട്ടോ. ഇതാണ് എൻ്റെ ഡ്രസ്സ്, ഇതാണ് ഹൈഫ, ഇതാണ് ഹൈഫൻ്റെ ഡ്രസ്സ്. പിന്നെ ആദ്യം ഞങ്ങളുടെ ഹെയർ ബാൻഡാണ്, സെയിം ഹെയർ സ്റ്റൈലാണ്. ഞങ്ങളുടെ ഹെയർ ബാൻഡാണ് ആദ്യം ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ഇട്ടു കേട്ടോ. ഹൈഫക്ക് ഞാൻ ഇട്ടെടുക്കാം. ഇങ്ങനത്തെ ഇടുക സാധനം. ഞാൻ എങ്ങനെ ഇട്ടെടുത്തിക്കണേ. എനിക്ക് ഈ ക്ലിപ്പ് വേണം, നമുക്ക് ഇവിടെ ഇടാം ഗൈസ്. ഹൈഫക്ക് ക്ലിപ്പ് ഇട്ടെടുക്കാം. അതുണ്ടായിക്കോട്ടെ, അങ്ങനെ ഉണ്ടായിക്കോട്ടെ. ഹൈഫ അങ്ങനെ വെച്ചേക്കണം. ഞാൻ പിന്നെ ക്ലിപ്പൊന്നും എനിക്ക് ഹറാമായതുകൊണ്ട് അപ്പോൾ അടുത്ത് ഞാൻ ഇടുന്നതാണ് മാല. അതെനിക്കുണ്ട് ഇവിടെ വെച്ചൊക്കെ തുടങ്ങിക്കണം ഗൈസ്. ഞാൻ എൻ്റെ മാല ഇടുമ്പോഴത്തേന് ഹൈഫ അവിടെ അല്ലേ ഒരു പിങ്ക് കവർ ഉണ്ടാവും. പിങ്ക് കവറ്, ആ പിങ്കല്ല അവിടെ അപ്പൊ പിങ്ക് കളർ കവറ് ഗൈസ്. ഗൈസ് ഇത് കിട്ടില്ല. അപ്പം നമ്മൾ മാലയാണ് അടുത്തിടാൻ പോകുന്നത്. മാല എനിക്കറിയില്ല ഇടാൻ ഗൈസ്. അവിടെ ഒരു വൈറ്റും പിങ്കും ഒരു കവറുണ്ടാവും പേപ്പറിൻ്റെ. അതിൻ്റെ ഉള്ളിൽ മേക്കപ്പ് ഉണ്ടാവും ഗൈസ്. കിട്ടില്ല മുഞ്ചില്ലേ, ഇല്ല ചോദിച്ചേ. അപ്പോൾ അടുത്തെൻ്റെ ഗോൾഡ് കമ്മൽ ഊരിയിട്ട് വേണം എനിക്ക് മറ്റേ ഫാൻസ് ഇടാൻ. ഫാൻസ് ഇട്ടാൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. ഫൈനൽ ഔട്ട്ഫിറ്റ് ഞാൻ എടുക്കണം. അത് നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ നിൽക്കട്ടെ. ഞാൻ ഊരി കിട്ടി. അവിടെ ഹൈഫ് ഇതാക്കുമ്പോൾ ഞാനിവിടെ കമ്മലിടുകയാണ്. അതല്ല, ഒരു ബ്രൗൺ കവർ ഉണ്ടാവുന്ന, പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. തന്നെയാണിത്. ഹൈഫ അങ്ങനത്തെ ഒരു വലിയ അതന്നെ അതിൻ്റെ ഉള്ളിലില്ലേ മേക്കപ്പ്. എനിക്ക് ഈ ഗൈസ് പറച്ചിൽ നിർത്താറ്റൂലേ, ഞാൻ എന്നോടിനെ അറിയാം. ഓളവിടെ മുഖം കേൾക്കാൻ പോയിക്കണ്. നമുക്ക് മുഖം മേക്കപ്പ് ഇടണം. അതിൻ്റെ ഒപ്പം ട്രാൻസിഷൻ കൊടുക്കണം. സാധനം കിട്ടണില്ല. അടുത്ത കമ്മൽ എങ്ങനെയുണ്ട് എൻ്റെ കമ്മൽ? ആദ്യമായിട്ട് ഇത്രയും വലിയ കമ്മൽ ഞാൻ ഇടുന്നത്. ഇതിന് അത്രയല്ല എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അത്രയും വലിയ കമ്മൽ തന്നെ. ട്രാൻസിഷൻ എടുക്കണ്ടേ അത് ഗൈസ്. നോക്കി ഞാനാക്കി പിന്നെ നമുക്കൊന്ന് കളയാം. അപ്പോൾ ഞാൻ അടുത്ത മേക്കപ്പ് ചെയ്യുന്നത് ഗൈസ് എന്തൊക്കെയല്ലേ ഞാൻ കാട്ടിത്തരാം. ഗൈസ് ചെറുതായിട്ടൊന്ന് കട്ടായി, അതുകൊണ്ട് ഞാൻ അടുത്ത് ഇടാൻ പോകുന്നത് എൻ്റെ വള. അപ്പം പിന്നെ അടുത്തായി ഞാൻ എൻ്റെ മാലയാണ് ഇട്ടേനെ. പക്ഷെ എനിക്ക് മാല ഇടാറില്ല. ഈ മാല എനിക്കറിയില്ലേ, അയച്ചിട്ട് ഇട്ടുതരുമോ? അത് ഇടുകയല്ലേ, എനിക്ക് ശ്വാസം കിട്ടും. തൽക്കാലം ഇന്നൊക്കെ മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അത് തൽക്കാലം നമുക്ക് ഇങ്ങനെ ഇടും. ഇങ്ങോട്ട് നമുക്ക് മെല്ലെ
ഇത് ആദ്യമായിട്ടൊരു കാര്യം ചെയ്തു. അപ്പം ഇനി നമുക്ക് അമ്മയുടെ മേക്കപ്പിലേക്ക് വിടാം. ഹൈഫ പോയിക്കണം. ഹൈഫ മേക്കപ്പ് ചെയ്യാൻ വാ. എവിടെ മേക്കപ്പിൻ്റെ ഇത്? അതൊക്കെ എൻ്റെ ഉമ്മച്ചിൻ്റെ ബാഗില്ലേ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. എൻ്റെ ഉമ്മച്ചിൻ്റെ ബാഗ് ഒന്ന് ചോദിച്ചു നോക്ക്. അല്ല മറ്റേ വാർഡ്രോപ്പില്ലേ താഴത്ത്, ഫ്രിഡ്ജിൻ്റെ അടുത്തുള്ള താഴത്തൊരു ഡോറില്ലേ, അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും പുതിയൊരു ബാഗ്. നമ്മൾ അതെടുക്കാൻ പോകും. യെസ്, അതെടുത്തിട്ട് വേണം പിന്നെ നമുക്ക് ഇതാക്കാൻ. അതിൻ്റെ ഉള്ളിലാണ് ഗൈസ് ലിപ്സ്റ്റിക്ക്. ഇതിൻ്റെ ഉള്ളിലാണ് ലിപ്സ്റ്റിക്ക്. വാ നീ വാ, സാധനം കിട്ടി. പെരുന്നാളാണല്ലോ, പെരുന്നാൾ നമുക്ക് എല്ലാ എക്സ്പെൻസസും പോസ്റ്റ് അതിന് ഇത്രയും നേരം. ഞങ്ങളിപ്പോൾ ലിപ്സ്റ്റിക്ക് ഇട്ടു, ഫൗണ്ടേഷൻ ഇട്ടു, ലിപ്സ്റ്റിക്ക് ഇട്ടു, ലിപ് ബാം ഇട്ടു. നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ഞാൻ ഇപ്പോൾ കൺമഷി ഇടാൻ പോകും. ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്പോൾ പോസാണെന്ന്. കൺമശിട്ടു. എനിക്കിടണ്ടേ? നട്ടര കണ്ണടക്കല്ലേ, കണ്ണടക്ക. കണ്ണ എൻ്റെ മറ്റേ കണ്ണ് ശരിയോ ഒരേപോലെ ആവുന്നുണ്ട്. ചെന്ന് കുറച്ചു നേരം മുമ്പ് ഇന്നലെ ചെയ്തിട്ടിനോ, സ്റ്റാർ ഇട്ടിനോ? തോൾക്ക് അങ്ങനെ ഇട്ട് കൊടുത്തേക്കണം. അടുത്താണ് എനിക്ക് പേടിയുള്ള കാര്യം, ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ തലയിൽ ഇങ്ങനെ ഇടാം, അല്ല വാലിടാം. വാലിടുന്ന ഇഷ്ടമാണ്, പക്ഷേ ഒരു വർഷം എടുക്കും എൻ്റെ കയ്യുമ്പോഴത്തേന്. ആവും, പക്ഷെ പിന്നെയും തെറ്റും. രണ്ടെണ്ണം വേറെ വേറെ വാലേക്കും, പിന്നെയും ആവും, പിന്നെയും വേറെ വേറെ. അങ്ങനെ ഒരു കുറേ നേരം കഴിഞ്ഞിട്ടുള്ളൂ എനിക്ക് കിട്ടുക. നമുക്കിത് ഇപ്രാവശ്യം ലക്കുണ്ടോ എനിക്കറിയില്ല, പെരുന്നാളല്ലേ, ചെയ്യണോ വേണ്ടേ? കേൾക്കണ എന്താണാവോ? ഒരേ വിളിക്കണേ. അതായിട്ടുണ്ട് ഇത്ര നന്നായിട്ടാവണേ, പക്ഷെ എന്നാലും വലിയൊരു ഇതായി. ഹൈഫ വാ, ബോറില്ലല്ലോ? നിങ്ങൾ പറയൂ, ബോറുണ്ടോ? ഇല്ല. ഓക്കെ, സെറ്റ്. എനിക്ക് ഫ്രീ ആയിട്ട് ഇത് കിട്ടുന്നല്ലേ. ഹൈഫ വാ. എൻ്റെ ബോറില്ലല്ലോ, കൺമശ ബോറില്ലല്ലോ. നിനക്കിട്ട് ബാക്കിയുള്ളവർക്ക് ഇട്ടെടുക്കാൻ എനിക്ക് വയ്ക്കും, പക്ഷെ എനിക്ക് ഒറ്റക്ക് എനിക്ക് എടുക്കാൻ വയ്ക്കൂല. അടച്ചോ, എനിക്ക് വാലാത്ര അതില്ലേ കട്ടിയില്ലാതെ മതി. ഇതാകെ തെറ്റി. കുഴപ്പമില്ല, കുഴപ്പമുണ്ടോ? ഇവിടെ ഈ കണ്ണ് ഇല്ലല്ലോ ഗൈസ്. അപ്പം അങ്ങനെ അതും ശരിയായി. അപ്പം എൻ്റെ ലാസ്റ്റത്തെ ഔട്ട്ഫിറ്റ് കഴിഞ്ഞു. ഞാൻ പിന്നെ റെഡിയായി ഗൈസ്. ലാസ്റ്റ് ലാസ്റ്റ് ഇത് റിസൾട്ട് ഒട്ടും കാട്ടിത്തരാം. ഇപ്പം ലൈറ്റ് ഉണ്ടാവും നിങ്ങൾക്ക്, രസമല്ലേ? അപ്പം ഓരോ ഡ്രസ്സാണ് ഗൈസ്.
അങ്ങനെയാണ് ഒരു ഡ്രസ്സ് മനസ്സിലായി. അപ്പോൾ ഗൈസ് അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും ഉണ്ടാവും കുറേ വീഡിയോസ്. ഇനി ട്രാൻസിഷൻ ഈ പെരുന്നാളിന് കറക്റ്റ് ട്രാൻസിഷൻ ഉണ്ടാവും. ഇപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഇത് ചെറുതായി ഇപ്പോൾ കട്ട് ചെയ്തു ഗൈസ്. അതുകൊണ്ട് അടുത്ത വീഡിയോ ഇനി പെരുന്നാളിൻ്റെ ഫോട്ടോസും അതിൻ്റെ ഇതും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ വീഡിയോ ടാറ്റാ.